ഹലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് നോക്കിയാലോ. നമ്മൾ കാലത്ത് തന്നെ എഴുന്നേൽക്കുമല്ലേ. നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോർണിംഗ് ടൈമാണ്. ആ മോർണിംഗ് ടൈം എങ്ങനെ ഇരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും അന്നത്തെ ഒരു ദിവസം തന്നെ പോവുക. ചിലർ പറയണേക്കാലം അന്നത്തെ ഒരു ദിവസം പൊട്ട ദിവസമാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ആരെയാണോ കണി കണ്ടത് കഴിഞ്ഞു എൻ്റെ കത്തിക്കില്ല, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പോയി എന്നൊക്കെ പറയും. അപ്പം നമുക്ക് നമ്മുടെ ദിവസങ്ങൾ എല്ലാ ദിവസവും നല്ലതാക്കാനായിട്ട് നമുക്കൊന്ന് ശീലിച്ചാലോ. അതിനുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഫോൺ നോക്കിയിട്ടായിരിക്കും ഉറങ്ങാൻ കിടക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നേരം വൈകി ഉറങ്ങും, നേരം വൈകി എഴുന്നേൽക്കും. നമുക്കൊരു ചിട്ടയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. അതൊന്നും മാറ്റി വെച്ചിട്ട് നേരത്തെ തന്നെ എഴുന്നേൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഭയങ്കര നേരത്തെ എന്നല്ല, മാക്സിമം നേരത്തെ. ആ എഴുന്നേൽക്കുന്ന ടൈം ഒന്ന് പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ആ ഒരു ടൈമിന് ചെയ്ത് നോക്കി. നമ്മുടെ ബ്രെയിനിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ ബ്രെയിനിന് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നേരത്തെ എഴുന്നേൽക്കുക. എഴുന്നേറ്റ് ഉടനെ തന്നെ നിങ്ങൾ ആദ്യം തന്നെ പ്രാർത്ഥിക്കാം. നമ്മൾക്ക് ഇന്നത്തെ ഒരു ദിവസം തന്നെ നമുക്ക് ഈ ഒരു ലൈഫ് തന്നെ ദൈവത്തിന് നന്ദി പറയാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയായിട്ട് പോകണമല്ലേ. അപ്പോൾ അതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇന്നൊരു ദിവസം നല്ലതായി തീർക്കണേ, നല്ലതാക്കി തരണേ എന്നൊക്കെ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. അടുത്ത് നമുക്ക് ജേണലിങ് ചെയ്യാം. മുൻപ് പറഞ്ഞിട്ടുണ്ട് ജേണലിങ് എന്താണെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്ത് തീർക്കാനുള്ള ഒരു 3 കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു 3 ഇൻറ്റൻഷൻ നമുക്കതിൽ എഴുതി വയ്ക്കാം. അടുത്ത് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇരിക്കുന്നിടത്ത് ഇരുന്നിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം എവിടെയാണ് അവിടെ ചെയ്യാം. ഒരു പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് ചെയ്യാം, ടെറസുമ്പോൾ പോയിട്ട് ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള സ്ഥലത്ത് ഒരു 5 മിനിറ്റ് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കട്ടെ. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാവരും സ്കിപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മിനിമം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം അടുക്കളയ്ക്ക് പോകും. മെയിനായിട്ട് എന്താ പറയുക, വീട്ടമ്മമാരോടായിട്ട് പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഓട്ടപ്പാച്ചിലാണ്. ഇന്നത്തെ കാര്യം എന്തൊക്കെ ചെയ്യണം, ഹസ്ബൻഡിനെ വരണം, മക്കളെ വരണം. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ വേഗം ചടപടേന്ന് പറഞ്ഞിട്ട് വേഗം നടക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ അടുക്കളയിൽ ചെന്നിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ചായിരിക്കും നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ കാമായിട്ടും എന്താ പറയുക റിലാക്സ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഉണ്ടാക്കാനും മക്കൾക്ക് കൊടുക്കാനും നിങ്ങൾ കഴിക്കാനും ശ്രദ്ധിക്കുക. മെയിനായിട്ട് അതായത് നമ്മൾ തന്നെ കഴിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നമ്മളെപ്പോഴും മക്കളെ വിടാനും ഹസ്ബൻഡിനെ വിടാനും അവർക്ക് എന്താണ് വേണ്ടത് നല്ലത് അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾക്ക് നമ്മുടെ ഹെൽത്തും കൂടി നോക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് നന്നായിരുന്നാലേ നമ്മുടെ മൈൻഡ് നന്നാവുള്ളൂ, നമ്മുടെ ദിവസം നന്നാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ. ഈ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ വലിയ സക്സസ്സിലോട്ട് എത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നു വിചാരിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ടാറ്റ ബൈ ബൈ.